നമ്മളെല്ലാവരും ഇന്ന് ഓട്ടോമാറ്റിക്സാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇന്ന് ഓട്ടോമാറ്റിക്സാണ് വേണ്ടിയത് ഒരു വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏത് ഓട്ടോമാറ്റിക്കാണ് ഏറ്റവും നല്ലത്, എന്താണ് ഈ ഓട്ടോമാറ്റിക്സിൻ്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാഹനം മേടിക്കാൻ നേരം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓട്ടോമാറ്റിക്സും വേരിയസ് ടൈപ്പ് ഓഫ് ഓട്ടോമാറ്റിക്സോ. നമുക്കെല്ലാവർക്കും അറിയാം ഹ്യുണ്ടായ് മോട്ടോർ ഇന്ത്യ ലിമിറ്റഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക്സ് ഡെലിവറി ചെയ്യുന്നൊരു ബ്രാൻഡാണ്. അത് ഞാനൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മുടെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്, അല്ലെങ്കിൽ 80 ഫുള്ളി ഓട്ടോമാറ്റിക്. സെക്കൻഡ് DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. തേർഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IVT ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ. ഫോർത്ത് AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. പിന്നെ ഫിഫ്ത്ത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ. അപ്പോൾ ഈ 5 ട്രാൻസ്മിഷൻസാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടും, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഏത് വണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് വണ്ടിയാണ് മേടിക്കേണ്ടത്. സോ ഞാൻ സിബി സ്ലീവ SS വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ നമുക്ക് ഈ ടെക്നോളജി എല്ലാം ഇന്ന് പരിചയപ്പെടാം. ഇന്ന് ഞാനൊരു ലൈനപ്പ് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നത്. ദിസ് ഈസ് അവർ ലൈനപ്പ്. ഇപ്പം നമ്മൾ AMTയുടെ ഒരു ഗിയർ ബോക്സ് ഉള്ള ഒരു വെഹിക്കിളിനകത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രത്യേകത തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് പാർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ അകത്ത് ഡ്രൈവർ, ന്യൂട്രൽ, റിവേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ മാനുവലിനകത്ത് പ്ലസും മൈനസും ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഹ്യുണ്ടായുടെ AMT ഹ്യുണ്ടായ് മോട്ടോർ കോർപ്പറേഷൻ തന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നോർമലി ബാക്കി വാഹനങ്ങളിനകത്ത് ഹൈഡ്രോളിക് ആക്ച്വേഷൻ ഉള്ളിടത്ത് ഹ്യുണ്ടായ്ക്കകത്ത് ഇലക്ട്രോണിക് ആക്ച്വേഷനാണുള്ളത്. ഈ ഇലക്ട്രോണിക് ആക്ച്വേഷൻ സിസ്റ്റം എഞ്ചിനകത്താണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ പ്രീസെറ്റ് ഒരു RPM ഉണ്ട്. ആ പ്രീസെറ്റ് RPMത്തിനകത്താണ് എഞ്ചിൻ ആക്ച്വേഷൻ, എഞ്ചിൻ ECMനകത്തോട്ട് സിഗ്നൽ പോയിട്ട് ഗിയർ ബോക്സിനകത്തോട്ട് ഒരു സിഗ്നൽ പോകുന്നത്. സോ ദാറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ച്വേഷൻ വെച്ചിട്ട് ഗിയർ ഇൻറ്റേർണലി മാറിക്കൊടുക്കും. അതാണ് AMTയുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ AMT കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു DCT അല്ലെങ്കിൽ AT. ഈ ഒരു ഗിയർ ബോക്സിനകത്ത് ക്ലിയറായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നമുക്ക് ഓരോ ഗിയറും ഇൻറ്റേർണലി മാറുന്നേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ, അതാണ് AMT ആയതുകൊണ്ട് തന്നെയാണ് നമുക്കത് ഫീലിംഗ് ഉണ്ടാകുന്നത്. മാനുവലി അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു വർക്ക് ചെയ്യുന്നത്. രണ്ട്, ഇതിനകത്തൊരു ക്രീപ്പ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോർമലി ഇതിനകത്ത് പാർക്കിംഗ് മോഡ് ഇല്ലാത്തതുകൊണ്ടൊരു ഇൻക്ലൈനിൽ നോർമലി കസ്റ്റമേഴ്സ് അനുഭവപ്പെടുന്ന ഒരു ഏറ്റവും മെയിൻ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൈനിൽ വണ്ടി കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ തന്നെത്താൻ വണ്ടി ബാക്കിലോട്ട് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഫീലിംഗ് അല്ല, അതുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു ക്രീപ്പ് ഫംഗ്ഷൻ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെതുക്കെ വണ്ടി ബാക്കിലോട്ട് പോവാതെ തന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടായിരിക്കാം. സോ ഇത് പിന്നെ DCTയെക്കാട്ടിയും 1/4 ഓഫ് ദി കോസ്റ്റാണ് പ്രൊഡക്ഷനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും അങ്ങനെ തന്നെ ചീപ്പാണ്, വലിയ ഇതില്ല. മൈലേജും ഈക്വൽ ടു മാനുവലിൻ്റെ കൂട്ട് തന്നെയുള്ള മൈലേജാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇപ്പം തന്നെ ഈ ഒരു സ്പീഡോമീറ്റർ നിങ്ങൾക്ക് കാണാം 19.2 ലിറ്ററാണ് ഓറായ്ക്കകത്ത് ഇപ്പം ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മൈലേജാണ് ഇപ്പം ഡ്രൈവിങ്ങിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ സ്മൂത്തുമാണ്, അത്രയും വലിയ തെറ്റ് പറയാനില്ല AMT ആയാൽ പോലും. ഇപ്പം നോർമലി ബഡ്ജറ്റ് കാർസിനകത്ത് എല്ലാം മാനുഫാക്ചേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് AMT. ഇപ്പം മാർക്കറ്റ് ഡിമാൻഡ് ഓട്ടോമാറ്റിക്സിനകത്ത് അത്രയും കൂടുതലാണ്ട് ഇപ്പോൾ AMT ആണ് വരുന്നത്. അപ്പം റെസ്പോൺസ് നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് DCTയുടെ അത്ര ഇല്ലെങ്കിൽ തന്നെ തിരക്കേടില്ല. ഇപ്പം നമ്മളൊരു ഇൻക്ലൈനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻക്ലൈനിൽ മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു ക്രീപ്പ് ഫംഗ്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കാൻ പോകണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ബാക്കിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല, ക്രീപ്പ് ഫംഗ്ഷനിൽ കൂടെ വണ്ടി മുമ്പോട്ട് ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണൽ ഗിയർ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു AMTയുടെ ഒരു വേറെ പ്രത്യേകത. AMT ഗിയർ ബോക്സിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇതിൻ്റെ അത് 2-3 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, വണ്ടി ന്യൂട്രലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. രണ്ട്, ഇത് നമ്മൾ ബ്രേക്ക് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കാണിക്കാം. ന്യൂട്രലാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബ്രേക്ക് ചവിട്ടാതെ ഞാൻ Dയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ബൈ മിസ്റ്റേക്ക് വണ്ടി നീങ്ങില്ല. അപ്പം സിസ്റ്റത്തിനകത്ത് ഇൻഡിക്കേഷൻ കാണിക്കും, ബ്രേക്ക് ചവിട്ടാൻ വേണ്ടി പെഡലിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ ന്യൂട്രൽ ഇട്ടിട്ട് Dയിലിട്ടാലേ വണ്ടി പോകത്തുള്ളൂ. സോ
ഈ ഒരു സേഫ്റ്റി ഫീച്ചറാണ്. ബിക്കോസ് ബൈ മിസ്റ്റേക്ക് നമ്മൾ ബ്രേക്ക് ഔട്ടാതെ ഡീലിട്ട് കഴിഞ്ഞാൽ വണ്ടി തന്നെത്താൻ ക്രീപ്പ് ഫംഗ്ഷനിൽ കയറി ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഹ്യുണ്ടായി റേഞ്ചിനകത്ത് AMT റേഞ്ചുള്ള വെഹിക്കിൾസ് സാൻഡ്രോ തൊട്ടാണ് തുടങ്ങുന്നത്. സാൻഡ്രോയ്ക്ക് 5.6 ആണ് സ്റ്റാർട്ടിംഗ് റേഞ്ച്. നിയോസിനകത്ത് വരുമ്പോൾ 6.5 ആണ്. പിന്നെ ഈ ഓറ AMT വരുന്നത് 7.1 ആണ് എക്സ്ഷോറൂം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ട്രാൻസ്മിഷൻ 80 ആണ്, ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഇപ്പോൾ ഇതാണ് ട്രഡീഷണലി പ്രൂവൻ ഒരു ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ. എല്ലാ ഹൈ എൻഡ് വെഹിക്കിൾസിനകത്ത് ഉപയോഗിക്കുന്ന, വേൾഡ് വൈഡ് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഓട്ടോമാറ്റിക്. ഇപ്പം അതിൻ്റെ അകത്ത് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട്, 8 സ്പീഡ് ഉണ്ട്, 10 സ്പീഡ് ഉണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഹ്യുണ്ടായി നൽകുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലിനകത്ത് പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടൂസോണിനകത്ത് 8 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഡീസലിനകത്ത് വരാൻ പോകുന്നത്, പ്ലസ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് പെട്രോളിനകത്ത്. ഈ ടോർക്ക് കൺവെർട്ടർ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ 2 ഇമ്പല്ലേഴ്സ് ഉണ്ട്, ഒന്ന് എഞ്ചിൻ സൈഡിലും ഒന്ന് ഗിയർ ബോക്സ് സൈഡിലും. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റിയാക്ടർ കൂടെ ഉണ്ട്. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷറിലാണ് ഈ ഫംഗ്ഷൻ നമ്മുടെ ഈ എന്താ പറയുക ഫംഗ്ഷൻ അല്ല, നമുക്ക് പവർ ഡിറൈവ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നമുക്ക് 3 ടൈംസ് വരെ പവർ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടാണ് ഈ 80. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. സോ നമുക്ക് എനിക്ക് തോന്നുന്നു എഫിഷ്യൻസിയിൽ നല്ല എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാം. പ്ലസ് ഹൈ ടോർക്ക് വേണ്ടിയെടുത്ത് ഇത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് നല്ല മെയിൻ്റനൻസ് ഇത് DCTയോ അല്ലെങ്കിൽ വേറെ ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് കുറവുമാണ്. ഹെവി ഡ്യൂട്ടി ഫംഗ്ഷന് വരെ, വലിയ ലോഡ് എടുക്കുന്ന വാഹനങ്ങൾ വരെ നമ്മൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ പ്രീമിയം വെഹിക്കിൾസൊക്കെ നമ്മുടെ ലാൻഡ് ക്രൂസർ ആയാലും ചിലപ്പോൾ മഡ്, വാട്ടർ അല്ലെങ്കിൽ സാൻഡിനകത്തൊക്കെ ഹൈ ട്രാക്ഷൻ വേണ്ടിയെടുത്ത്, ടോർക്ക് കൂടുതൽ വേണ്ടിയെടുത്ത് ഈ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 80 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 80 ഒരു സെൽഫ് ഷിഫ്റ്റിംഗ് ട്രാൻസ്മിഷനാണ്, അല്ലെങ്കിൽ 80യുടെ വേറൊരു പേര്. അപ്പോൾ നമുക്ക് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഫീലാണ്. സഡൻ ആക്സലേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ടോർക്ക് അല്ലെങ്കിൽ ആ പവർ നമുക്ക് ഫുട്ടിൽ കിട്ടുന്നുണ്ട്. സോ വളരെ എഫിഷ്യൻറ്റും വളരെ ഈ പറയുന്നതിൻ്റെ കൂട്ട് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് 80. ഇപ്പം നമുക്ക് 0 to 100 ഇപ്പം തിരക്കാണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ വളരെ ഒരു ടോർക്കി ആയിട്ടുള്ളൊരു ഫീലാണ് 80 വെഹിക്കിൾസ് ഓടിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ഹിൽ അസിസ്റ്റ് കൺട്രോളും ഓട്ടോമാറ്റിക്കായിട്ടുണ്ട്. ഒരിക്കലും ഇൻക്ലൈനിലോ ഡിക്ലൈനിലോ പോകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന, ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ആ ഫംഗ്ഷന്. പിന്നെ ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോഡൽസിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ വർണ്ണയ്ക്കകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഡീസലിനകത്ത്. പെട്രോളിനകത്ത് IVT ആണ്. ഡീസലിനകത്ത് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 13.3-ലാണ്. ക്രെറ്റയ്ക്കകത്ത് 16.6-ലാണ്. സോ എനിക്ക് തോന്നുന്നു വളരെ ഒരു നല്ല ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന, നല്ല പവർ നൽകുന്ന ഒരു, കൂടുതൽ ഇത് ഡീസൽ എഞ്ചിൻസിനകത്താണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു പെർഫോമൻസ് നൽകും. നമ്മളിപ്പം പരിചയപ്പെടാൻ പോകുന്നത് DCT, ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ആ പേര് സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെയാണ്. അപ്പോൾ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻസിൻ്റെ ബെനിഫിറ്റ് എന്താണ് അത് ആക്ച്വലി നെയിം സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ മീൻസ് 2 ക്ലച്ചാണ് ഈ ട്രാൻസ്മിഷനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ക്ലച്ച് ഈസ് ഗവേൺഡ് ബൈ 2 ഷാഫ്റ്റ്സ്. ഈ ഒരു ഷാഫ്റ്റ് ഓഡ് നമ്പേഴ്സും ഒരു ഷാഫ്റ്റ് ഈവൻ നമ്പർ ഗിയേഴ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 1, 3, 5, 7. നോർമലി ഒരു DCT ഗിയർ ബോക്സ് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ 1, 3, 5, 7 ഒരു ഷാഫ്റ്റ് കൺട്രോൾ ചെയ്യും, 2, 4, 6 അടുത്ത ഷാഫ്റ്റും കൺട്രോൾ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഫസ്റ്റ് ഗിയർ എൻഗേജ് ആകുമ്പോൾ തന്നെ സെക്കൻഡ് ഗിയർ റെഡി ഫോർ എൻഗേജിങ് ആണ്. അതുകൊണ്ടാണ് ലൈറ്റ്നിങ് സ്പീഡിൽ നമുക്ക് ഈ ഗിയർ എൻഗേജ് ചെയ്യാൻ പറ്റുന്നതും പവർ ലോസ് ഉണ്ടാവാതെയും ഡയറക്റ്റായിട്ട് റെസ്പോൺസ് കിട്ടുന്നതും. അതുകൊണ്ടാണ് നമുക്ക് ഈ പെർഫോമൻസ് കാർസിനകത്ത് കൂടുതലും ഈ DCT ഗിയർ ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഹുണ്ടായുടെ റേഞ്ചിനകത്ത് തന്നെ വെന്യൂ, ക്രെറ്റ, വെർണ ഇതെല്ലാം ടെർബോ വേരിയൻസിനകത്ത് DCT ഗിയർ ബോക്സ് ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ DCT ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഹൈ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഒരു ഘടകമുണ്ട്, അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ ഒരു ഘടകമുണ്ട്. അപ്പം നമ്മൾ ഈ പവർ ജനറേറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ ഇതൊരു ഹൈലി ഫ്യൂൽ എഫിഷ്യൻറ്റ് കാറാണ് അലോങ് വിത്ത് പെർഫോമൻസ്. പക്ഷേ പെർഫോമൻസ് മാത്രം ഫോക്കസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൈലേജിൻ്റെ ഫാക്ടർ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് DCT അല്ലെങ്കിൽ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ഇന്ന് ഓട്ടോമാറ്റിക്സിനകത്ത് അവൈലബിൾ അല്ല. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രൈവബിലിറ്റി ഏത് രീതിയിലും നമുക്ക് ഈ വാഹനത്തിനെ കൺട്രോൾ ചെയ്യാം. അപ്പം DCT ഗിയർ ബോക്സ് ഒരിക്കലും ലോ മൈലേജ് ഡെലിവറി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കതിനെ ട്യൂൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിപ്പം റോഡിൽ വന്നിരിക്കുക, അപ്പം ട്രാഫിക്കൊക്കെ കുറവാണ്. അപ്പോൾ 0 to 100 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര സെക്കൻഡ്സിനകത്ത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എത്ര
സോ ക്ലോസ് ടു 10 സെക്കൻഡ്സിനകത്ത് 0 to 100 റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇവർ അക്ലെയിംഡ് ഫിഗേഴ്സ് എത്രയാണ് ഒന്നുകൂടെ റീകൺഫേം ചെയ്യണം. അപ്പം DCT പെർഫോമൻസിനകത്ത് നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വളരെ റെസ്പോൺസീവായിട്ടുള്ള ഒരു എഞ്ചിനാണ്. നല്ലപോലെ ഗിയർ ഷിഫ്റ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ റെസ്പോൺസ് കറക്റ്റായിട്ട് ടോട്ടലി കിട്ടുന്നുണ്ട്. അപ്പം DCT മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വളരെ റെസ്പോൺസീവായിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്, ഏറ്റവും ഡ്രൈ ഫീലുള്ള ഒരു ഗിയർ ബോക്സ്. സോ നമുക്കൊന്ന് ഇതിൻ്റെ മൈലേജ് ആവറേജ് ഇപ്പം കാണിക്കുന്നത് 6.5 കിലോമീറ്ററാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് ചവിട്ടിയാണ് ഓടിച്ചത്. DCTയുടെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇത് മിക്ക സമയത്തും കസ്റ്റമേഴ്സ് വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഫംഗ്ഷന് നമ്മുടെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ക്ലസ്റ്ററിനകത്ത് കത്തിക്കിടക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ഗിയർ ബോക്സ് ആയതുകൊണ്ട് എപ്പോഴും ഇത് ഡ്രൈവ് അല്ലെങ്കിൽ പുള്ള് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ട്രാഫിക് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിനകത്ത് നമുക്കിത് സ്റ്റോപ്പ് അല്ലെങ്കിൽ പെതുക്കെ മൂവ് ആവുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ കൊണ്ട് നിർത്തുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ന്യൂട്രൽ അല്ലെങ്കിൽ പാർക്കിൽ വണ്ടിയെ പ്ലേസ് ചെയ്യണം. എപ്പോഴും ഡ്രൈവ് മോഡിൽ ഇട്ടിട്ട് എൻഗേജ് ചെയ്ത് നിർത്തല്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹീറ്റിംഗ് ആവാനുള്ള സാധ്യത വളരെ കുറയും. പിന്നെ നമ്മൾ ഒരു പവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, പവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്യത്തക്ക അല്ലെങ്കിൽ അത് യൂസ് ചെയ്യത്തക്ക ലെവലിൽ നമ്മൾ ഓടിക്കണം. പെട്ടെന്ന് ചെന്ന് ബ്രേക്കിങ് പിന്നെയും പെട്ടെന്ന് സഡൻ ആക്സലറേഷൻ ചെയ്താൽ ഇതിൻ്റെ ഹീറ്റിങ്ങിനുള്ള സാധ്യത കൂടും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഈ DCT അല്ലെങ്കിൽ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. DCT ഗിയർ ബോക്സ് നല്ല ഡയറക്റ്റ് ഒരു ഡ്രൈവ് ഫീൽ നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഈ DCT ഗിയർ ബോക്സ് എല്ലാ പെർഫോമൻസ് കാർസിനകത്തും മിക്ക കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യാനുള്ള, യങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യാനുള്ള ഒരു മെയിൻ ഒരു കാരണം. പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് ഇതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് സൈഡിലും അത്രമാത്രം ഒരു പ്രശ്നം വരാനില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ ഓട്ടോമാറ്റിക്സിൻ്റെ കൂട്ട് ഇത് ഒരു ഹില്ലിനകത്ത് കൊണ്ട് ഒരു ഇൻക്ലൈനിലോ ഡിക്ലൈനോ നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരിക്കലും വണ്ടി റിവേഴ്സലോ കാര്യങ്ങളോ വരത്തില്ല MGയുടെ കൂട്ട്. അപ്പോൾ ഹിൽ അസിസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ ഇത് നമ്മളെ IVTയുടെ കൂട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. സോ ഇങ്ങനത്തെ ഒരു നല്ല ഡ്രൈവ് ഫീലാണ് DCTയിൽ. ഷുവറായിട്ട് പെർഫോമൻസ് ആഗ്രഹിക്കുന്നവരെല്ലാവർക്കും ഈ ഒരു പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ കാണും. നോർമലി വെന്യൂവിൻ്റെ DCT സ്റ്റാർട്ട് ചെയ്യുന്നത് 9.7 എക്സ് ഷോറൂം, വർണ സ്റ്റാർട്ട് ചെയ്യുന്നത് 14.4 പിന്നെ ക്രെറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് 16.3 എക്സ് ഷോറൂം. സോ DCT പെർഫോം, പിന്നെ ഇതെല്ലാം ഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ വെന്യൂ 1 ലിറ്റർ ടെർബോ എഞ്ചിനിലേക്കാണ് മേറ്റ് ചെയ്തിരിക്കുന്നത്. വർണയും 1 ലിറ്റർ ടെർബോ എഞ്ചിനാണ്. ക്രെറ്റ പക്ഷേ 1.4 ടെർബോ പെട്രോളിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്, മേറ്റ് ചെയ്തിരിക്കുന്നത്. IVT എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് വേരിയബിൾ ട്രാൻസ്മിഷനാണ്. അത് ഹ്യുണ്ടായി മോട്ടോർ കോർപ്പറേഷന് CVTയുടെ നെക്സ്റ്റ് അപ്ഗ്രഡേഷനായിട്ടാണ് IVT കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം CVTയിൽ നമ്മൾ നോർമലി കാണുന്ന ഒരു പുഷ് ബെൽറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പുഷ് ബെൽറ്റിന് പകരം IVTയിൽ വരുമ്പോഴത്തേക്ക് ചെയിൻ ബെൽറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ചെയിൻ ബെൽറ്റ് വരുന്നത് ഇൻഫിനിറ്റ് നമുക്ക് ഗിയർ റേഷ്യോസ് കിട്ടുന്ന ഒരു ഡിസൈനാണ് ഈ CVT അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ്. അപ്പം കുറച്ചുകൂടെ ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ്, ഡ്രൈവർ ഇൻപുട്സ് വെച്ചിട്ടാണ് IVT പെർഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ്, നോർമലി CVTക്കകത്ത് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് പുതിയ ടെക്നോളജി IVT ടെക്നോളജിയോട് അത് ശരിക്കും ഒത്തിരി മിനിമലൈസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിങ്ങും ആ റബ്ബർ ബാൻഡ് എഫക്റ്റ് കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ IVT വരുന്നത് ക്രെറ്റയ്ക്കകത്ത് വരുന്നുണ്ട്, വെർണയ്ക്കകത്ത് വരുന്നുണ്ട്, പിന്നെ ഇൻ്റർനാഷണലി എലാൻഡ്രയ്ക്കകത്തും വരുന്നുണ്ട്. IVTയുടെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹയർ ഗിയർ റേഷ്യോസിൽ നല്ല മൈലേജും ലോവർ ഗിയർ റേഷ്യോസിൽ നല്ല പെർഫോമൻസും, അപ്പം ഇതൊന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സാണ് ഈ IVT ഗിയർ ബോക്സ്. അപ്പോൾ ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജസ് പറയാൻ വേണ്ടിയുള്ള CVT ഗിയർ ബോക്സ് റബ്ബർ ബാൻഡ് എഫക്റ്റ് ആണ്. അത് സഡനായിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടാതെ, പക്ഷേ അത് ഈ പുതിയ ഗിയർ ബോക്സ് നല്ല രീതിയിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിനകത്ത് യാതൊരു തെറ്റും പറയാനില്ല. അപ്പം നമുക്കിതിൻ്റെ ഡ്രൈവ് എടുത്തിട്ട് ഓടിച്ചു നോക്കാം എങ്ങനെയാണ് ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ AMTയിൽ കാണുന്നതിൻ്റെ കൂട്ട് ഒരു ഹില്ലിനകത്ത് ബാക്കിലോട്ട് വെഹിക്കിൾ വരികയോ അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജസും ഇല്ല. നമുക്ക് അതുകൊണ്ട് IVT ഗിയർ ബോക്സ് ഒരു പെർഫെക്റ്റ് ഓട്ടോമാറ്റിക് ആണെന്ന് തന്നെ പറയാം. IVTയുടെ ഡ്രൈവ് ഫീല് നല്ല രീതിയിൽ ഇപ്പം കിട്ടുന്നുണ്ട്. IVT നമ്മൾ ഓടിക്കാൻ നേരം ഇനീഷ്യൽ ടെർബോ ലാഗ് അല്ലെങ്കിൽ ലാഗ് CVTയിനകത്തുള്ളതിൻ്റെ കൂട്ടുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ഇനീഷ്യലായിട്ട് തന്നെ റെസ്പോൺസ് എഞ്ചിനകത്ത് അല്ലെങ്കിൽ ത്രോട്ടലിനകത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു ഫീല്, റബ്ബർ ബാൻഡ് എഫക്റ്റ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നല്ല മിനിമലിസ്റ്റിക് ആക്കിയിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആ ലോ ഗിയർ റേഷ്യോയിൽ നമുക്ക് ആ സഡൻ റെസ്പോൺസ് ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ആവറേജ് മൈലേജ് വാഹനം കാണിക്കുന്നത് 12.6 ആണ്. മുമ്പേ 13 വരെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്ലോലി ചെയ്ത് ബിൽഡപ്പ് ചെയ്യും.
അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേര് അത് മാക്സിമം കയറുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക്സിനെ പറ്റി പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്സിനകത്ത് മൈലേജ് നല്ലപോലെ കിട്ടാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു ജനറേറ്റ് ചെയ്യുന്ന പവർ നമ്മൾ ബ്രേക്കിംഗ് ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ ത്രോട്ടിൽ നിന്ന് കാലെടുത്ത് വണ്ടി ഗ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടി സമ്മതിക്കണം. അപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ മാക്സിമം പവർ ഡെലിവേർഡ് അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൈലേജായിട്ട് അത് കൺവേർട്ട് ആയിക്കോളും. മിക്ക സമയത്തും ആൾക്കാർ ചെയ്യുന്ന ഒരു ഇത് ഫ്രണ്ടിൽ കൊണ്ട് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കൂടെ ഫ്യൂവൽ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഈ ഓട്ടോമാറ്റിക്സിനകത്ത് മൈലേജിൻ്റെ ഇത്ര ഇഷ്യൂ വരുന്നത്. അപ്പോൾ നീ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. മാക്സിമം ഗ്ലൈഡ് ചെയ്യുക, പവർ ഡെലിവർ അയക്കുന്ന പവർ യൂട്ടിലൈസ് ചെയ്യുക. സോ ദാറ്റ് സ്ലോലി നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആവറേജ് നമുക്ക് പൊക്കിക്കൊണ്ട് വരാൻ പറ്റും. ഇപ്പം ഈ IVTയിൽ 13.2 ആവറേജാണ് കാണിക്കുന്നത്. പുതിയ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നൊരു കമ്പനി പറയുന്ന ഒരു 17 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 18 കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചാണ് മൈലേജ് പറയുന്നത്. അപ്പോൾ ലോങ് ഡ്രൈവിൽ എന്തായാലും കിട്ടും. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ റബ്ബർ ബാൻഡ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഗിയർ സ്ലിപ്പേജോ അല്ലെങ്കിൽ സ്ലിപ്പേജ് വണ്ടിക്ക് ആ സഡൻ റെസ്പോൺസ് ഞാൻ പറഞ്ഞു ഇനീഷ്യലി അത് കിട്ടുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് IVT ഈ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് നല്ലൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്കാക്കാം. വാല്യൂ ഫോർ മണി ഓട്ടോമാറ്റിക് എന്ന് പറയാം. ഒരു 80യുടെ എല്ലാ ഗുണങ്ങളും AMTൻ്റെ അപ്ഗ്രേഡും ഈ IVTക്കകത്ത് കമ്പനി നൽകുന്നുണ്ട്. IVTക്കകത്ത് ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് ഹിൽ അസിസ്റ്റ് അല്ലെങ്കിൽ കൺട്രോൾ ഇല്ല. പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഒരു കയറ്റത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത്, വണ്ടി ബാക്കിലോട്ട് പോകുന്നില്ല. അത് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. മിക്ക ആൾക്കാർക്ക് ഒരു സംശയം, AMTയുടെ കൂട്ടി ഇത് പുറകോട്ട് പോകുന്നു. ഇല്ല, ഇത് പോകുന്നില്ല. ഇപ്പം തന്നെ ഞാൻ ഒരു ഹാൻഡ് ബ്രേക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രേക്കിലും കാലിൽ വെച്ചിട്ടില്ല. വണ്ടി കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ആക്സിലേറ്റർ കൊടുക്കാൻ നേരം മുമ്പോട്ട് പോകുന്നുണ്ട്. പുതിയ IVTയുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെർണയ്ക്കകത്ത് 12 lakhs, ക്രെറ്റയ്ക്കകത്ത് 14.8 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ IVT ഗിയർ ബോക്സ് അവൈലബിൾ ആവുന്നത് ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് എല്ലാ ഫീച്ചേഴ്സും അടങ്ങുന്ന ഒരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 100% ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ AMTയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇപ്പം പുതിയ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ടെക്നോളജി ഈ ജൂലൈ എൻഡിൽ വെന്യൂവിനകത്ത് ലോഞ്ച് ചെയ്യാൻ പോകണം. അതെന്താണെന്ന് സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ, ക്ലച്ചിൻ്റെ ലിവർ കാണത്തില്ല, പക്ഷെ നമുക്ക് മാനുവലായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ഫൺ ടു ഡ്രൈവ് ആണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് റേസ് കാർസിൻ്റെ കൂട്ട് ചെയ്യാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയുടെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഇൻറ്റൻഷൻ സെൻസർ നമ്മൾ ഗിയർ ലിവറിൽ നമ്മൾ വന്ന് ടച്ച് ചെയ്ത് ഇത് ഗിയർ ചേഞ്ച് ചെയ്യാൻ നേരം ഇൻറ്റൻഷൻ സെൻസർ വഴി ECU വഴി ഗിയർ ബോക്സിലേക്ക് സിഗ്നൽ പോകും. ആ സിഗ്നലാണ് ഇൻറ്റേർണലി ഇലക്ട്രോണിക്കലി ഈ ക്ലച്ചിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വേരിയസ് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സസ്, അതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ടൊരു സമ്മറി ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ഗിയർ ബോക്സസ് തുടങ്ങുന്ന AMT ടെക്നോളജിയാണ്. സെക്കൻഡാണ് AT വരുന്നത്. തേർഡ് IVT, ഫോർത്ത് DCT ടെക്നോളജി. ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഒരു എന്താ പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ടെക്നോളജി. സോ ഇത് നമ്മുടെ ഇപ്പോൾ ഏത് വണ്ടിയാണ്, ഏത് ഗിയർ ബോക്സാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ടിംഗ് റേഞ്ചും നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി നോക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും AMT ഗിയർ ബോക്സ് പ്രിഫർ ചെയ്യുക. ഹ്യുണ്ടായിനകത്ത് അത് സാൻഡ്രോ, നിയോസ്, ഓറയ്ക്കകത്ത് അവൈലബിൾ ആണ്. സെക്കൻഡ്ലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ AT ഗിയർ ബോക്സ് നമ്മുടെ വർണ്ണ, ക്രെറ്റ വരാൻ പറഞ്ഞ് പുതിയ ടൂസോണിനകത്ത് അവൈലബിൾ ആണ്. തേർഡായിട്ടുള്ള ഗിയർ ബോക്സ് IVT, അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രെറ്റ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർണ്ണയ്ക്കകത്ത് IVT ഗിയർ ബോക്സാണ്. ഈ IVT ഗിയർ ബോക്സ് നമ്മളെ പറഞ്ഞതിൻ്റെ കൂട്ട് വളരെ ഫ്യൂൽ എഫിഷ്യൻറ്റുമാണ്, നല്ല ഈ പറയുന്ന പെർഫോമൻസും ഡെലിവർ ചെയ്യുന്നു. ഫോർത്താണ് DCT, പവർ പാക്ഡ് പെർഫോമൻസ് ബേസ്ഡ് ഗിയർ ബോക്സ്. അത് നല്ല പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു ഗിയർ ബോക്സാണ് DCT. സോ ഈ 4 ഗിയർ ബോക്സിനെ പറ്റി നല്ല ഡെപ്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്യാം, ഡ്രൈവ് എടുക്കാം, ഫീൽ ചെയ്യാം. സോ
ഓട്ടോമാറ്റിക്സിനെ പറ്റിയുള്ള ഈ വീഡിയോ എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വാഹനങ്ങളൊക്കെ തന്ന് SS Hyundai ആണ്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് SS Worldൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ഐ എം സൈനിങ് ഓഫ്.